ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഗവർണർ ജനറൽമാരെ കുറിച്ചും വൈസ്രോയിമാരെ കുറിച്ചുമാണ്. നമുക്കൊരു സംശയമുണ്ടാവും, ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരും ഒന്നാണോ എന്ന്. എന്നാൽ അത് തികച്ചും തെറ്റാണ്. ഇവർ രണ്ടും രണ്ട് തന്നെയാണ്. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്നാണ് ഇന്ത്യയിൽ വൈസ്രോയിമാർ നിയമിതനാവുന്നത്. എന്നാൽ അതിനു മുമ്പ് 1858 മുമ്പ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത് ഗവർണർ ജനറൽമാരെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഗവർണർ ജനറൽമാരെ കുറിച്ച് പഠിച്ചതിന് ശേഷം കൺഫ്യൂഷൻ ഇല്ലാതെ വൈസ്രോയിമാരെ കുറിച്ച് പഠിക്കാം. ബംഗാളിലെ ആദ്യ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. നോട്ട് ചെയ്യുക, ഗവർണറാണ്. ബംഗാളിലെ ആദ്യ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ സഹായിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ ബംഗാളിലെ ആദ്യ ഗവർണറായ റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുതകളും ഒപ്പം നമുക്ക് പഠിച്ചു പോവാം. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ സഹായിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവിനെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവിനെയാണ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യ സ്ഥാപകനായി അറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവിനെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യ സ്ഥാപകനായി അറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവിനെയാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം. ഇത് റോബർട്ട് ക്ലൈവിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ്. 2000 പട്ടാളക്കാരെ എനിക്ക് അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം. ഇത് റോബർട്ട് ക്ലൈവിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ്. ആത്മഹത്യ ചെയ്ത ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബംഗാൾ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. നോട്ട് ചെയ്യാം, ആത്മഹത്യ ചെയ്ത ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബംഗാളിലെ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ ആദ്യ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. എന്നാൽ ഗവർണർ ജനറൽ ആവുന്നതിന് മുമ്പ് ഒരു റെഗുലേറ്റിംഗ് ആക്ട് ഉണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. നോട്ട് ചെയ്യാം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമമാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട്. വാറൻ ഹേസ്റ്റിങ്സ്. നോട്ട് ചെയ്യുക, വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയത് ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ബംഗാളിലെ ആദ്യ ഗവർണറായ റോബർട്ട് ക്ലൈവിന് ശേഷം ബംഗാളിലെ ഗവർണർ ജനറൽ ആയത് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ റോബർട്ട് ക്ലൈവ് ആണെങ്കിൽ ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് വാറൻ ഹേസ്റ്റിങ്സ്. നോട്ട് ചെയ്യാം, ബംഗാളിലെ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണറാണ് റോബർട്ട് ക്ലൈവ് എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ചാൾസ് വിൽക്കിൻസ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഭഗവത്ഗീതയ്ക്ക് ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. നോട്ട് ചെയ്യുക, ചാൾസ് വിൽക്കിൻസ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഭഗവത്ഗീതയ്ക്ക് ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റിംഗ് ഫെൻസ് എന്ന നയത്തിന്റെ ശില്പി വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റിംഗ് ഫെൻസ് എന്ന നയത്തിന്റെ ശില്പിയായ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. റിംഗ് ഫെൻസ് എന്ന നയത്തിന്റെ ശില്പിയായ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്.
കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ഭരണാധികാരി വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ഭരണാധികാരി വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. നോട്ട് ചെയ്യുക. ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ്സ്. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് കോൺവാലീസ്. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് കോൺവാലീസ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലീസിനെയാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലീസിനെയാണ്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരിയാണ് കോൺവാലീസ്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരിയാണ് കോൺവാലീസ്. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം നടപ്പിലാക്കിയ ഭരണാധികാരി കോൺവാലീസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് കോൺവാലീസ്. സെമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. നോട്ട് ചെയ്യാം. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് കോൺവാലീസ്. സെമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലീസ് ആണെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഭരണാധികാരിയാണ് റിച്ചാർഡ് വെല്ലസ്ലി. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഭരണാധികാരിയാണ് റിച്ചാർഡ് വെല്ലസ്ലി. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. 1802 ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലിയാണ്. നോട്ട് ചെയ്യുക. 1802 ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലിയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് റോബർട്ട് ക്ലൈവ്, വാറൻ ഹേസ്റ്റിംഗ്സ്, കോൺവാലീസ്, റിച്ചാർഡ് വെല്ലസ്ലി എന്നിവരെ കുറിച്ചാണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ ആദ്യ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ സഹായിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യ സ്ഥാപകനായി അറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവിനെയാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം. ഇത് റോബർട്ട് ക്ലൈവിന്റെ പ്രശസ്തമായ വാക്കുകളാണ്. ആത്മഹത്യ ചെയ്ത ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബംഗാളിലെ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവിനെയാണ്. ഇതിനൊപ്പം തന്നെ 2 പോയിന്റ് കൂടി നോട്ട് ചെയ്യാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത് കഴ്സൺ പ്രഭുവാണ്. നോട്ട് ചെയ്യാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത് കഴ്സൺ പ്രഭുവിനെയാണ്. അടുത്ത ഗവർണർ ജനറലായി വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. അതിനു മുമ്പ് ഒരു ആക്ട് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്ട് പാസാക്കിയത് 1773 1773 റെഗുലേറ്റിംഗ് ആക്ട് പാസാക്കിയത്. വാറൻ ഹേസ്റ്റിംഗ്സ് ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയത് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. ചാൾസ് വിൽക്കിൻസ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഭഗവത്ഗീതയ്ക്ക്
ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റിംഗ് ഫെൻസ് എന്ന നയത്തിന്റെ ശില്പിയായ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് കോൺവാലീസ്. സെമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെയാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാണ് കോൺവാലീസ്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരിയാണ് കോൺവാലീസ്. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം നടപ്പിലാക്കിയ ഭരണാധികാരി കോൺവാലീസ് ആണ്. സെമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ കോൺവാലീസ് പ്രഭുവാണ്. ഇത് PYQ ആണ്, നോട്ട് ചെയ്യുക. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഭരണാധികാരിയാണ് റിച്ചാർഡ് വെല്ലസ്ലി. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. 1802 ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറലാണ് റിച്ചാർഡ് വെല്ലസ്ലി. അടുത്ത ഗവർണർ ജനറൽ വില്യം ബെന്റിക്. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വില്യം ബെന്റിക്കിനെയാണ്. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വില്യം ബെന്റിക്കാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബംഗാളിലെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണർ ജനറൽ ആയത് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണെന്ന്. എന്നാൽ വില്യം ബെന്റിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്ന വില്യം ബെന്റിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നാം പഠിക്കേണ്ട ഒരു ആക്റ്റാണ് ചാർട്ടർ ആക്ട്. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായ ആദ്യ വ്യക്തിയാണ് വില്യം ബെന്റിക്. നോട്ട് ചെയ്യാം. വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിന്റെ ഗവർണർ ജനറലായത് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണെങ്കിൽ 1833 ചാർട്ടർ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായ ആദ്യ വ്യക്തിയാണ് വില്യം ബെന്റിക്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്നും ആധുനികതയിലേക്ക് നയിച്ചത് വില്യം ബെന്റിക്കാണ്. ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്നും ആധുനികതയിലേക്ക് നയിച്ചത് വില്യം ബെന്റിക്കാണ്. സതി നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലിയാണ്. എന്നാൽ സതി നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. വില്യം ബെന്റിക് സതി നിരോധിച്ച വർഷം നമുക്കറിയാം 1829. നോട്ട് ചെയ്യുക. ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലിയാണ്. എന്നാൽ ശിശുബലിയും ശൈശവ വിവാഹവും നിരോധിച്ച ഗവർണർ ജനറൽ ചോദിച്ചാൽ വില്യം ബെന്റിക്കാണ്. നോട്ട് ചെയ്യുക. ശിശുബലിയും ശൈശവ വിവാഹവും നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെന്റിക്കാണ്. ഇന്ത്യയിൽ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഗവർണർ ജനറൽ വില്യം ബെന്റിക്കാണ്. ഇന്ത്യയിൽ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഗവർണർ ജനറൽ വില്യം ബെന്റിക്കാണ്. വില്യം ബെന്റിക് ഇന്ത്യക്കാർക്ക് അനുകൂലമായി പ്രവർത്തിച്ച ഒരു ഗവർണർ ജനറൽ കൂടിയാണ്. നോട്ട് ചെയ്യുക. ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് കൊൽക്കത്തയിലാണ്. 1835 കൊൽക്കത്തയിലാണ് ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ലായ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് മെക്കാളെ പ്രഭുവാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ലായ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് മെക്കാളെ പ്രഭുവാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് മെക്കാളെ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഭുവിനെയാണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും
ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നത് മെക്കാളെ പ്രഭുവിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇത് മെക്കാളെ പ്രഭുവിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ്. ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫാണ്. ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറലാണ് ചാൾസ് മെറ്റ്കാഫ്. ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫിനെയാണ്. ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫിനെയാണ്. അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഇന്ത്യൻ ഗവർണർ ജനറലാണ് എല്ലൻ ബറോ പ്രഭു. അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഇന്ത്യൻ ഗവർണർ ജനറലാണ് എല്ലൻ ബറോ പ്രഭു. സിന്ധ് മേഖല ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഗവർണർ ജനറലാണ് എല്ലൻ ബറോ പ്രഭു. അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഇന്ത്യൻ ഗവർണർ ജനറലാണ് എല്ലൻ ബറോ പ്രഭു. സിന്ധ് മേഖല ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഗവർണർ ജനറലാണ് എല്ലൻ ബറോ പ്രഭു. ഗവൺമെന്റ് ഉദ്യോഗം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർക്കു മാത്രമായി നിജപ്പെടുത്തിയ ഗവർണർ ജനറലാണ് ഹാർഡിഞ്ച് ഒന്നാമൻ. ഗവൺമെന്റ് ഉദ്യോഗം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർക്കു മാത്രമായി നിജപ്പെടുത്തിയ ഗവർണർ ജനറലാണ് ഹാർഡിഞ്ച് ഒന്നാമൻ. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. സിംലയെ വേനൽക്കാല തലസ്ഥാനമായി തിരഞ്ഞെടുത്ത ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. സിംലയെ വേനൽക്കാല തലസ്ഥാനമായി തിരഞ്ഞെടുത്ത ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരി ഡൽഹൌസിയാണ്. റെയിൽവേ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാത ബോംബെ മുതൽ താനെ വരെയാണ്. ഇത് ആരംഭിച്ചത് 1853 ഏപ്രിൽ 16-നാണ്. അതുപോലെ തന്നെ ആധുനിക തപാൽ സംവിധാനം, ടെലിഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരിയും ഡൽഹൌസിയാണ്. ആധുനിക തപാൽ സംവിധാനം, ടെലിഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി ഡൽഹൌസിയാണ്. ഇന്ത്യയിലെ ആദ്യ ടെലിഗ്രാഫ് ലൈനാണ് കൊൽക്കത്ത ടു തപാൽ സംവിധാനം, ടെലിഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരിയാണ് ഡൽഹൌസി പ്രഭു. അതിനൊപ്പം തന്നെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിലെ ആദ്യ ടെലിഗ്രാഫ് ലൈനാണ് കൊൽക്കത്ത ടു ഡയമണ്ട് ഹാർബർ. പുരാവസ്തു ഗവേഷണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ച ഗവർണർ ജനറലാണ് ഡൽഹൌസി. പുരാവസ്തു ഗവേഷണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ച ഗവർണർ ജനറലാണ് ഡൽഹൌസി. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറലാണ് ഡൽഹൌസി. നോട്ട് ചെയ്യാം. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറലാണ് ഡൽഹൌസി. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1854 വുഡ്സ് ഡെസ്പാച്ചാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1854 വുഡ്സ് ഡെസ്പാച്ചാണ്. വിധവ പുനർവിവാഹ നിയമത്തിന്റെ ആക്ട് തയ്യാറാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് ഡൽഹൌസി. വിധവ പുനർവിവാഹ നിയമത്തിന്റെ ആക്ട് തയ്യാറാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് ഡൽഹൌസി. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസിയാണ് 1848. ദത്തവകാശ നിരോധന നയത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം സത്താറയാണ്. ദത്തവകാശ നിരോധന നയത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം സത്താറയാണ്. ദത്തവകാശ നിരോധന നയത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അവസാനത്തെ നാട്ടുരാജ്യം നോട്ട് ചെയ്യുക ഔദാണ്. ദത്തവകാശ നിരോധന നയത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം സത്താറയാണ്. ദത്തവകാശ നിരോധന നയത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അവസാനത്തെ നാട്ടുരാജ്യം ഔദാണ്.
ദത്തവകാശ നിരോധന നയം റദ്ദു ചെയ്ത ഗവർണർ ജനറൽ കാനിംഗ് പ്രഭുവാണ്. നോട്ട് ചെയ്യുക. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസിയാണെങ്കിൽ ദത്തവകാശ നിരോധനം റദ്ദു ചെയ്ത ഗവർണർ ജനറൽ കാനിംഗ് പ്രഭുവാണ്. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് 1848-ലാണ്. ദത്തവകാശ നിരോധന നയം റദ്ദു ചെയ്തത് 1859-ലാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് 1848-ലാണെങ്കിൽ ദത്തവകാശ നിരോധന നയം റദ്ദു ചെയ്തത് കാനിംഗ് പ്രഭു 1859-ലാണ്. അപ്പം നമ്മളിപ്പോൾ നോക്കിയത് വില്യം ബെൻഡിക്, മെക്കാളെ പ്രഭു, ചാൾസ് മെറ്റ്കാഫ്, എല്ലൻബറോ പ്രഭു, ഡൽഹൌസി എന്നിവരെ കുറിച്ചാണ്. അപ്പം നമുക്കൊന്നതൊന്ന് പറഞ്ഞു നോക്കാം. വില്യം ബെൻഡിക് 1833 ചാർട്ടർ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായ ആദ്യ വ്യക്തിയാണ് വില്യം ബെൻഡിക്. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക്കിനെയാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്നഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ്. ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്നും ആധുനികതയിലേക്ക് നയിച്ചത് വില്യം ബെൻഡിക്കാണ്. സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ്. സതി നിരോധിച്ച വർഷം 1829. ശിശുബലിയും ശൈശവ വിവാഹവും നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ്. എന്നാൽ 1802 ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലിയാണ്. നോട്ട് ചെയ്യുക. ഇന്ത്യയിൽ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ്. ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് 1835 കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ്. അടുത്തത് മെക്കാളെ പ്രഭു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ലായ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് മെക്കാളെ പ്രഭുവാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഭുവിനെയാണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നത് മെക്കാളെ പ്രഭുവിന്റെ പ്രശസ്തമായ വാക്കുകളാണ്. ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറലാണ് ചാൾസ് മെറ്റ്കാഫ്. ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫിനെയാണ്. എല്ലൻബറോ പ്രഭു. അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഇന്ത്യൻ ഗവർണർ ജനറലാണ് എല്ലൻബറോ പ്രഭു. സിന്ധ് മേഖല ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഗവർണർ ജനറലാണ് എല്ലൻബറോ പ്രഭു. ഹാർഡിഞ്ച് ഒന്നാമൻ. ഗവൺമെന്റ് ഉദ്യോഗം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർക്കു മാത്രമായി നിജപ്പെടുത്തിയ ഗവർണർ ജനറലാണ് ഹാർഡിഞ്ച് ഒന്നാമൻ. ഡൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി. സിംലയെ വേനൽക്കാല തലസ്ഥാനമായി തിരഞ്ഞെടുത്ത ഗവർണർ ജനറലാണ് ഡൽഹൌസി. ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് ഡൽഹൌസി. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാതയാണ് ബോംബെ മുതൽ താനെ വരെ. 1853 ഏപ്രിൽ 6 ഇത് പ്രവർത്തനമാരംഭിച്ചത്. ആധുനിക തപാൽ സംവിധാനം, ടെലിഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരിയാണ് ഡൽഹൌസി. ഇന്ത്യയിലെ ആദ്യ ടെലിഗ്രാഫ് ലൈനാണ് കൊൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെ. പുരാവസ്തു ഗവേഷണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ച ഗവർണർ ജനറലാണ് ഡൽഹൌസി. പുരാവസ്തു ഗവേഷണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ച ഗവർണർ ജനറലാണ് ഡൽഹൌസി. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. 1854 വുഡ്സ് ഡെസ്പാച്ച് നിലവിൽ വന്നത്. വിധവ പുനർവിവാഹ നിയമത്തിന്റെ ആക്ട് തയ്യാറാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. 1848 ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത്. ദത്തവകാശ നിരോധന നയത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ. ദത്തവകാശ നിരോധന നയത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അവസാനത്തെ നാട്ടുരാജ്യമാണ് ഔധ്.
ദത്തവകാശ നിരോധന നയം റദ്ദു ചെയ്ത ഗവർണർ ജനറലാണ് കാനിംഗ് പ്രഭു. ദത്തവകാശ നിരോധന നയം റദ്ദു ചെയ്ത വർഷം 1859. ഇനി നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഗവർണർ ജനറൽമാരെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഗവർണർ ജനറൽമാർ 1858 മുമ്പുള്ളതാണ്. അതിനുശേഷം ഉള്ളതാണ് വൈസ്രോയിമാർ. അപ്പോൾ ബംഗാളിലെ ആദ്യത്തെ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇതുവരെ PSC റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ളതായ വസ്തുതകളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളുമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പം നോട്ട് ചെയ്യേണ്ട പ്രധാന കാര്യം ഇയർ വൈസ് ആയിട്ടല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത്, അതിൻ്റെ ഓർഡറിൽ തന്നെ PSC ഓറിയന്റഡ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു കൺക്ലൂഷനാണ്. നമുക്കത് നോക്കാം. ബംഗാളിലെ ആദ്യത്തെ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ അവസാനത്തെ ഗവർണറാണ് വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയാണ് കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയാണ് ലൂയി മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് ലൂയി മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറലാണ് C. രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് C. രാജഗോപാലാചാരി. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറലാണ് C. രാജഗോപാലാചാരി. നമുക്കതൊന്ന് പറഞ്ഞു നോക്കാം. ബംഗാളിലെ ആദ്യത്തെ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ അവസാനത്തെ ഗവർണറാണ് വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയാണ് കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയാണ് ലൂയി മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് ലൂയി മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറലാണ് C. രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് C. രാജഗോപാലാചാരി. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറലാണ് C. രാജഗോപാലാചാരി. ഈ കാര്യങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നവയാണ്, അതുകൊണ്ടാണ് കൺക്ലൂഡ് ചെയ്തിട്ടൊന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഗവർണർ ജനറൽമാരെ കുറിച്ചിട്ടാണ് പഠിച്ചത്. നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്നാണ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയെ നിയമിക്കുന്നത്. അപ്പോൾ വൈസ്രോയിമാരെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് പഠിക്കുക.